ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ മെഷീൻ ഹവർ റേറ്റ്. നമുക്കെല്ലാവർക്കും കോസ്റ്റ് അക്കൗണ്ടിൽ പഠിക്കാനുള്ള ഒരു സംഗതിയാണ് മെഷീൻ ഹവർ റേറ്റ്. അപ്പോൾ മെഷീൻ ഹവർ റേറ്റ് എന്താണെന്ന് അത്യാവശ്യം ബ്രീഫായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പോയിൻറ്റ്സ് ആയിട്ടും ഒന്ന് ഒരു ചെറിയ കുറിപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടിലുള്ള കണ്ടൻറ്റ് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ മെഷീൻ ഹവർ റേറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ പെർ ഹവർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് അബ്സോർബിങ് ഫാക്ടറി എക്സ്പെൻസസ് ടു പ്രൊഡക്ഷൻ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത് ഒരു മെഷീൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനെടുക്കുന്ന ഒരു മണിക്കൂറിനുള്ളിൽ വർക്ക് ചെയ്യാനെടുക്കുന്ന കോസ്റ്റിനെയാണ് മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് കാണുന്നത് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് കെമിക്കൽസ്, എഞ്ചിനീയറിംഗ്, സ്റ്റീൽ ആൻഡ് അതർ ഹെവി ഇൻഡസ്ട്രീസ് വെർ ദ വർക്ക് ഈസ് ഡൺ മോസ്റ്റ്ലി ബൈ മെഷീൻസ്. അതായത് ആളുകൾക്ക് പകരം കൂടുതലുമായി മെഷീൻ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രീസിലാണ് ഈ മെഷീൻ റോബോട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. അതിൽ ഒന്നുകൂടി സിമ്പിളായിട്ടാണ് ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിലും രണ്ടും സെയിം കണ്ടന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ സുഖം ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്ത് പഠിച്ചാൽ മതി. പഠിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ മെഷീൻ ഹവർ റേറ്റ്. അപ്പോൾ ഇതിൽ ഒരു 7 പോയിന്റ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. മെഷീൻ ഹവർ റേറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ പെർ ഹവർ. അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് അബ്സോർബിങ് ഫാക്ടറി എക്സ്പെൻസസ് ടു പ്രൊഡക്ഷൻ. ഫാക്ടറി എക്സ്പെൻസിനെ പ്രൊഡക്ഷനാക്കി മാറ്റുന്ന അബ്സോർബ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെഷീൻ ഹവർ റേറ്റ്. പിന്നെ യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് വെയർ മെഷീനറി ഈസ് പ്രിഡോമിനൻറ്റ്. എന്ന് വെച്ചാൽ മെഷീൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഡസ്ട്രിയിൽ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓവർഹെഡ് കൺസിസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻ റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ദ മെഷീൻ. ഈ പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ overhead consists of indirect expenses in running and operating the machine. അതായത് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഓവർഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൺസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് therefore it is desirable to allocate overhead to production on the basis of working hours of the machine. ഈ പോയിന്റിൽ പറയുന്നത് ഓവർഹെഡ് പ്രൊഡക്ഷനെ അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു മെഷീൻ ഒരു മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. പിന്നെ അടുത്ത പോയിന്റ് ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു കാൽക്കുലേറ്റ് ദ മെഷീൻ ഹവർ റേറ്റ് ഫോർ ദ എൻറ്റയർ ഫാക്ടറി, ബട്ട് ഡിഫറെൻറ്റ് റേറ്റ്സ് മേ ബി കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു ദെയർ മേക്ക്, ടൈപ്പ്, size, capacity, wattage, horsepower and other factors relating to each machine or group of machines as a cost center. ഒരു ഫാക്ടറിയിലെ ഒന്നായിട്ടുള്ള മെഷീൻസ് എല്ലാം ഒരേ മെഷീൻ ഹവർ റേറ്റ് ആവണമെന്നില്ല. അത് അതിൻ്റെ ടൈപ്പ്, സൈസ്, കപ്പാസിറ്റി എന്നിവ അനുസരിച്ച് മാറുക എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. അടുത്ത പോയിന്റ് മെഷീൻ ഹവർ റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിംഗ് ദ ടോട്ടൽ റണ്ണിംഗ് എക്സ്പെൻസസ് ഓഫ് എ മെഷീൻ during a particular period by the number of hours the machine is estimated to work during that period. ഈ പോയിന്റിൽ പറയുന്നത് ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ് എന്നത് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. കാരണം ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ദ ഹവേഴ്സ് ദ മെഷീൻ ഈസ് എസ്റ്റിമേറ്റ് ടു വർക്ക് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. നമ്മുടെ ഇക്വേഷനെയാണ് ഇവിടെ പറയുന്നത്. അതോടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിയാണ്. ഇനി ടൈപ്സ് ഓഫ് മെഷീൻ ഹവർ റേറ്റ് ആണ്. മെഷീൻ ഹവർ റേറ്റ് 2 ടൈപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ടൈപ്പ് സിമ്പിൾ മെഷീൻ ഹവർ റേറ്റ് അഥവാ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് എന്നും പറയും. സിമ്പിൾ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ മെഷീൻ ഹവർ റേറ്റ് ജനറലി മീൻസ് ഓൺലി ദ ടോട്ടൽ മെഷീൻ എക്സ്പെൻസസ് ഓർ ദ ടോട്ടൽ വേരിയബിൾ expenses like power, fuel, repairs and depreciation of the machine which are directly connected with the operation of the machine per hour.
ഒരു മെഷീൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഡയറക്റ്റായി കണക്ഷനുള്ള ടോട്ടൽ മെഷീൻ എക്സ്പെൻസിനെയോ അല്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ എക്സ്പെൻസിനെയോ ആണ് സിമ്പിൾ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പവർ, ഫ്യൂവൽ, റിപ്പയേഴ്സ് ആൻഡ് ഡിപ്രിസിയേഷൻ എന്നൊക്കെ അതിവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് അഥവാ കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ composite machine hour rate means the total variable expenses per hour plus the total fixed, constant or standing charges per hour not directly connected with the operation of the machine but are the general factory overheads of the department. In other words, it is the machine hour rate which includes the total machine expenses per hour plus the total fixed charges per hour plus the direct wages ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് പെർ ഹവർ. ഇതിൽ അതായത് ഒരു മണിക്കൂറിലെ ടോട്ടൽ മെഷീൻ എക്സ്പെൻസും ടോട്ടൽ ഫിക്സഡ് ചാർജസും പിന്നെ ഡയറക്റ്റ് വേജസ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സും കൂടി ചേരുന്നതാണ് കോമ്പോസിറ്റ് മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് ആണ്. അതിന് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഞാൻ ഓരോന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദി ഫാക്ടറി ഓവേഴ്സ് ആർ ഫസ്റ്റ് അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ്. അലോക്കേഷൻ്റെയും അപ്പോർഷൻ്റെയും കീഴിൽ ഫാക്ടറി ഓവേഴ്സ് ആദ്യം പ്രൊഡക്ഷനുമായി അപ്പോർച്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓവർ ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഫർദർ അപ്പോർഷൻഡ് ടു ഡിഫറെൻറ്റ് മെഷീൻസ് ഓർ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ്സ് അതിലെ ഡിഫറെൻറ്റ് മെഷീൻസും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെഷീൻസും ആയിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടതെന്നാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ സിമ്പിൾ മെഷീൻ അവർ റേറ്റ് മെത്തേഡിൽ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത്. ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെഷീനുമായിട്ട് ഡയറക്റ്റായി അലോക്കേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ പവറും ഡിപ്രിസിയേഷനും അങ്ങനെ ഉള്ളതൊക്കെ. പിന്നെ നാലാമത് ഒരു മെഷീൻ്റെ വർക്കിംഗ് ടൈം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു പീരീഡിനനുസരിച്ചാണ്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ടോട്ടൽ ഓവർ ഹെഡ്സിനെ എഫക്റ്റീവ് മെഷീൻ അവേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയണത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മെഷീൻ അവർ റേറ്റ് നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ മെഷീൻ അവർ റേറ്റ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ഈസ് ഡിസൈഡഡ് ഇൻക്ലൂഡ് ഡയറക്റ്റ് വേജസ് അലോങ് വിത്ത് അതർ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദ മെഷീൻ. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ടൈപ്സ് ഓഫ് മെഷീൻ അവർ റേറ്റിൻ്റെ രണ്ടാമത്തെ ടൈപ്പായ കോംപ്രഹെൻസീവ് മെഷീൻ അവർ റേറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെയും പറയുന്നത്. അത് വിശദീകരിച്ച് തരേണ്ടതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഏഴാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മെഷീനുമായി ഡയറക്റ്റായി അലോക്കേറ്റ് ചെയ്യുന്ന ഓവർ ഹെഡ്സ് മെയിൻ്റെനൻസ് ആർ ടു ചാർജഡ് സ്പെസിഫിക്കലി ടു ദ മെഷീൻ. ഈ പോയിന്റ് പറയുന്നത് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പഠിച്ച ഭാഗം തന്നെയാണ് ഈ പോയിന്റ്സ് എല്ലാം. എട്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എലോങ് വിത്ത് എബോവ് ഇൻക്ലൂഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് ടു കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. ഒമ്പതാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തേണ്ടതെന്നാണ്. ബൈ ഡിഡക്റ്റിംഗ് ക്ലീനിങ് ആൻഡ് വാമിംഗ് അപ്പ് ടൈം. ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഓഫ് മെഷീൻ അവർ റേറ്റ് ആണ്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് മെഷീൻ ഔട്ട് മെത്തേഡ് ഈസ് എ സയൻറ്റിഫിക്, പ്രാക്ടിക്കൽ ആൻഡ് അക്യുറേറ്റ് മെത്തേഡ് ഓഫ് അബ്സർബേഷൻ ഓഫ് ഫാക്ടറി ഓവേർഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് വെയർ ദ വർക്ക് ഈസ് ഡൺ പ്രിഡോമിനൻ്റ്ലി ബൈ മെഷീൻസ്. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാൻ നല്ല വിശദമായി പറഞ്ഞതാണ്, അതുകൊണ്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ടൈം ഫാക്ടർ ആൻഡ് ഹെൻസ് ഗീവ് അക്യുറേറ്റ് റിസൾട്ട്സ്. മൂന്നാമത്തെ പോയിന്റ് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഡാറ്റ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് എ ജോബ്
setting standards and for fixing selling prices for quotations. ഈ പോയിന്റിൽ പറയുന്നത് ഒരു ജോബിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണെന്നാണ്. പിന്നെ നാലാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ മെഷീൻ വർക്ക് എത്രത്തോളം പ്രിഫറബിൾ ആണ്, മാനുവൽ വർക്കിന് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം പ്രിഫറബിൾ ആണ് മെഷീൻ വർക്ക് എന്ന് തിരിച്ചറിയാൻ വയ്ക്കുമെന്നാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർസ് ഇൻ ടു പ്രൊഡക്ഷനിൽ അൺസ്കിൽഡുമായിട്ടുള്ള ലേബറിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ റിലേറ്റീവ് എഫിഷ്യൻസി ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെൻറ്റ് മെഷീൻസ്. ഓരോ മെഷീനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് തിരിച്ചറിയാൻ പറ്റുമെന്ന് ആറാമത്തെ പോയിന്റ് പറയുന്നത്. ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ബ്രിങ്സ് ടു ലൈറ്റ് ദ എക്സിസ്റ്റൻസ് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഐഡിൽ ടൈം ഓഫ് മെഷീൻസ് if separate machine overheads are established for fixed overheads and variable overheads. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എട്ടാമത്തെ പോയിന്റ്, ദിസ് ഈസ് ആൻ ഐഡിയൽ മെത്തേഡ് ഓഫ് അബ്സോർബേഷൻ വെയർ പ്രൊഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ മെഷീൻസ്. മെഷീൻസ് ക്യാരി ചെയ്യുന്ന പ്രൊഡക്ഷനെ ഒരു ഐഡിയൽ മെത്തേഡ് ഓഫ് അബ്സോർബേഷൻ ആണ് എന്ന് പറയുകയാണ് ഇതിൽ. പിന്നെ ഒമ്പതാമത്തെ പോയിന്റ്, കോസ്റ്റ് റിപ്പോർട്ട്സ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സച്ച് റേറ്റ് ആർ ഡിപ്പെൻഡബിൾ ആൻഡ് ക്യാൻ ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മെഷീൻ അവർ റേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കോസ്റ്റ് റിപ്പോർട്ട്സ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആണെന്നാണ് ഒമ്പതാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ മെഷീൻ അവർ റേറ്റിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് അഡീഷണൽ വർക്ക് ഇൻ അസസിങ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് മെഷീൻസ് ആൻഡ് ദസ് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെത്തേഡ്. തീർച്ചയായിട്ടും മെഷീൻ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം കോസ്റ്റാണ് നമുക്ക് അറിയാം. അതാണ് ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് യൂജ്വലി കോസ്റ്റ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എക്സ്പെൻസസ് ദാറ്റ് ആർ നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് മെഷീൻസ്. മെഷീൻ അവേഴ്സിൻ്റെ വർക്കിനായിട്ട് പ്രൊപ്പോർഷണൽ അല്ലാത്ത എക്സ്പെൻസ് ഒന്നും അക്കൗണ്ടിലേക്ക് എടുക്കില്ല എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ, ഇറ്റ് ഗീവ്സ് ഇന്നാക്യുറേറ്റ് റിസൾട്ട്സ് ഇഫ് മാനുവൽ ലേബർ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. മെഷീൻസ് കൊണ്ട് മാത്രം സാധിക്കില്ല, മാനുവൽ ലേബറും കൂടി ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മെഷീൻ അവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നാണ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത്. എപ്പോൾ പ്രൊഡക്ഷൻ പ്രോഗ്രാം അവൈലബിൾ അല്ലെങ്കിൽ അഡ്വാൻസ് ആയി അവൈലബിൾ അല്ലെങ്കിൽ മെഷീൻ അവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നാണ് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മാനുവൽ വർക്ക് കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രികളൊന്നും ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം മെഷീൻ അവറായിട്ട് പ്രധാനമായും മെഷീൻസിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മാനുവൽ വർക്ക് കൂടുതലായ ഇൻഡസ്ട്രികളൊന്നും ഈ മെത്തേഡ് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്, സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഞാനൊരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, മെഷീൻ അവർ റേറ്റ് വെച്ച് ചെയ്യുന്നൊരു ചോദ്യം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അതിൽ കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഫ്രം ഫോളോയിങ് ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കോസ്റ്റ് ഓഫ് മെഷീൻ 21,000, സ്ക്രാപ്പ് വാല്യൂ 1000 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് സോൾവ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷനും ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡിങ് ചാർജസ് ആണ്. 3 കോളമാണ് നമുക്ക് വേണ്ടത്, പാർട്ടിക്കുലേഴ്സ്, പെർ മന്ത്, പെർ ഹവർ. അതിൽ സ്റ്റാൻഡിങ് ചാർജസ് തന്നെ പെർ മന്ത് ഉണ്ട്. അതിൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് കാണാം 500 എന്നാണ്. അപ്പോൾ 500 നേരിട്ട് പെർ മന്ത് എന്ന കോളത്തിലേക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് പെർ ഹവർ കാണണം. അതെങ്ങനെ കാണുന്നത് വെച്ചാൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ മന്ത് ഡിവൈഡഡ് ബൈ റണ്ണിങ് ടൈം പെർ മന്ത്. ഒരു മാസത്തിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, അതിവിടെ 200 ഹവേഴ്സാണ്. അപ്പോൾ 500 ഡിവൈഡ് ബൈ 200 = 2.50. അത് പെർ ഹവർ കോളത്തിലേക്ക് നേരെ എടുത്ത് എഴുതുക. പിന്നെ അടുത്തത് മെഷീൻ എക്സ്പെൻസസ്. അതിൽ വരുന്നത് ഡിപ്രിസിയേഷൻ,
റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്, പവർ, ഈ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കും, എന്നാലും ഞാനൊന്ന് പറയാം. ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാണുക. അപ്പോൾ ഡിപ്രിസിയേഷനിലെ ആദ്യം കോസ്റ്റ് ഓഫ് മെഷീൻ നമുക്കിതിൽ തന്നിട്ടുണ്ട് 21,000 ആണ്. മൈനസ് സ്ക്രാപ്പ് വാല്യൂ, അതിൻ്റെ തൊട്ട് താഴെ സ്ക്രാപ്പ് വാല്യൂ 1000 ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അതായത് ഇവിടെ എഫക്റ്റീവ് വർക്ക് വാല്യൂ എന്ന് പറയുന്നത് 10,000 ഹവേഴ്സ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് വർക്ക് വാല്യൂ ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. അത് നേരെ പെർ ഹവർ കോളത്തിലേക്ക് എടുത്ത് എഴുതുക. പിന്നെ അടുത്തത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് ആണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് ഇവിടെ തന്നിട്ട് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ് 300, പിന്നെ അതിനെ ഹവറിലേക്ക് ആക്കുമ്പോൾ റണ്ണിങ് ടൈം പെർ മന്ത് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 300 ഡിവൈഡ് ബൈ 200 ഈക്വൽ ടു 1 വരും. നിങ്ങളിപ്പോൾ അത് ഞാൻ ഈ പറയുമ്പോൾ തന്നെ കാൽക്കുലേറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് അറിഞ്ഞാലും പറഞ്ഞിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ഉപകാരമാവും. പിന്നെ അടുത്തത് പവറാണ്. പവർ നമുക്ക് ഇതാ ക്വസ്റ്റിൽ തന്നിട്ട് പവർ യൂസ്ഡ് 5 യൂണിറ്റ്സ് പെർ ഹവർ അറ്റ് 3 പെർ ഹവർ എന്ന് വെച്ചാൽ 5 യൂണിറ്റ്സ് ആണ് ആകെ യൂസ് ചെയ്തത്, അത് 3 മണിക്കൂർ. അപ്പോൾ 5 × 3 15 ആണ് പവർ കിട്ടുക. പിന്നെ പെർ ഹവർ കോളം ടോട്ടൽ ചെയ്യുക. അവിടെ മെഷീൻ അവർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടുന്നതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞു തന്നപ്പോൾ ചെയ്ത് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇനി അടുത്ത് കൺക്ലൂഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ടോപ്പിക്ക് കൺക്ലൂഷനിൽ എത്തിക്കണം. കൺക്ലൂഷനിൽ പറയുന്നത് നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് കൺക്ലൂഷനിൽ ഒരൊറ്റ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ അത് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.